തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പ് ചുമതലകൾ ഒഴിഞ്ഞ് ബി.ജെ.പി. നേതാവ് കെ അണ്ണാമലൈ പിതാവിന്റെ അനാരോഗ്യം ചൂണ്ടിക്കാട്ടിയാണ് തീരുമാനം. കെ.ബി. ശ്രീധരനുണ്ട്. ശ്രീധരൻ, ഏറെക്കാലമായി ബി.ജെ.പിയുമായി അസ്വാരസ്യം, ഇപ്പോൾ വിട്ടുനിൽക്കാനുള്ള തീരുമാനം സംബന്ധിച്ച് എന്താണ് മനസ്സിലാക്കുന്നത്? ഈ അണ്ണാ-ഡി.എം.കെയുമായുള്ള തെരഞ്ഞെടുപ്പ് സഖ്യത്തിൽ വളരെ അതൃപ്തി നേരത്തെ മുതൽ തന്നെ അണ്ണാമലൈ പ്രകടിപ്പിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി നേരത്തെ അണ്ണാ-ഡി.എം.കെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ സംസ്ഥാന അധ്യക്ഷനായിരുന്നപ്പോൾ അണ്ണാമലൈ നടത്തി. മടങ്ങിയെത്താം. അണ്ണാമലൈയുടെ പ്രതികരണം ഒന്ന് കേട്ട ശേഷം. நம்முடைய கட்சி தலைவர்கள் நயினார் அண்ணா அவர்களுக்கு நான் வேண்டுகோள் விடுத்திருக்கின்றேன். இந்த நேரத்தில் கொஞ்சம் என் தந்தையாருடைய உடல்நிலை அவரை பார்த்துக்கணும். அதனால தான் அதிகமாக நீ கோயம்புத்தூர் பகுதியில் இருக்கேன். அப்பா அவங்க கொஞ்சம் டயாலிசிஸில் இருக்காங்க. ஐ ஹேவ் டு டேக் கேர் ஆஃப் ஹிம். என்னுடைய முதல் கடமை அது. அதனால் இன்னைக்கு அந்த அடிப்படை வேலைகள் என்னால் செய்வதற்கான சாத்தியக்கூறுகள் இல்லை. என்னால் அதிகமாக டிராவல் பண்ண முடியாதுங்கிற வேண்டுகோளை வச்சிருக்கிறேன். கட்சியும் அதை ஏற்றுக்கிட்டு வேறு வேறு பொறுப்பாளர்களை ரீஅலோகேட் பண்ணுவாங்க. പാർട്ടിയുമായി ഇനി ഒരർത്ഥത്തിലും ചേർന്ന് പോകാൻ കഴിയില്ല എന്ന ശക്തമായ ഒരു തീരുമാനത്തിലേക്കാണോ ശ്രീധരൻ അണ്ണാമലൈ അങ്ങനെയെങ്കിലും പോകുന്നത്? ഇതിന് പിന്നിൽ സ്വാഭാവികമായിട്ടും അണ്ണാ-ഡി.എം.കെയുമായിട്ടുള്ള സഖ്യത്തിലുള്ള എതിർപ്പ് തന്നെയാണ് വിലയിരുത്തലുള്ളത്. ഏതായാലും പക്ഷെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഈ അച്ഛന്റെ അസുഖമാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ പരിചരിക്കേണ്ടത് ഒരു മകൻ എന്ന നിലയ്ക്ക് തന്റെ കടമയാണ്. അതിനാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തനിക്ക് അധികം യാത്രകൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, വീട്ടിൽ ഉണ്ടാകേണ്ട ഒരാവശ്യമുണ്ട്. അതിനാലാണ് താൻ ചുമതലകളിൽ നിന്ന് മാറുന്നത് എന്നുള്ളൊരു വിശദീകരണമാണ് കെ അണ്ണാമലൈ നൽകുന്നത്. 6 ജില്ലകളുടെ പ്രധാനപ്പെട്ട ബി.ജെ.പിക്ക് നിലവിൽ എം.എൽ.എമാരുള്ള മണ്ഡലങ്ങൾ ഉൾപ്പെടെ 6 ഇടങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചുമതലയാണ് അദ്ദേഹത്തിന് നൽകിയിരുന്നത്. ഏതായാലും ഈ തീരുമാനം സ്വാഭാവികമായിട്ടും ബി.ജെ.പിക്കുള്ളിൽ അല്ലെങ്കിൽ മുന്നണിക്കുള്ളിലെ അസ്വാരസ്യങ്ങളെ തുടർന്ന് തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. എന്നാൽ ഇങ്ങനെയുള്ള ഒരു വിലയിരുത്തലുകളെ തള്ളുകയാണ് അണ്ണാമലയും ബി.ജെ.പിയും ചെയ്യുന്നത്. പക്ഷേ ഈ സഖ്യത്തിനുള്ളിലെ പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിന് കാരണം എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. ഏതായാലും ഇക്കാര്യത്തിൽ അണ്ണാ-ഡി.എം.കെയുടെ ഉൾപ്പെടെ ഒരു പ്രതികരണം ഇനി വരേണ്ടിയിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ ഇത്രയും വലിയ നേതാവ്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ ഒരു തീപ്പൊരി നേതാവ് എന്നൊക്കെയുള്ള ഒരു ഇമേജുള്ള ഒരു നേതാവ് വിട്ടുനിൽക്കുന്നത് ബി.ജെ.പിയെ സംബന്ധിച്ച് ഒട്ടും ആശാസ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം പാർട്ടി എടുക്കുമെന്ന് തന്നെയാണ് അണ്ണാമലൈ പറഞ്ഞു വെക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യതയ്ക്ക് നേരത്തെ തന്നെ നിലനിന്നിരുന്നു. ഇനി അക്കാര്യത്തിൽ ഉൾപ്പെടെ എന്ത് തീരുമാനമാകും ഉണ്ടാവുക, ഇക്കാര്യത്തിൽ കേന്ദ്ര നേതൃത്വം എന്ത് ഇടപെടലാണ് നടത്തുക എന്നതൊക്കെ ഇനി കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. കെ.ബി. ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്. അണ്ണാമലൈ ബി.ജെ.പിയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കുന്നു, സൂചനകളായി ചുമതലകൾ ഇപ്പോൾ ഒഴിയുന്നു എന്നാണ് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയത്.